ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് യൂബറിലാണ് കയറിയത്. പിന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ലേസും വെള്ളവും വാങ്ങി. ഞാനിപ്പോൾ KSRTC സൗത്തിൽ നിന്നാണ് കേട്ടോ ബസ് കയറിയത്. കാരണം വൈറ്റിലേക്ക് നമുക്ക് ബസ് കുറവായിരിക്കും. അങ്ങനെ നമുക്ക് കാത്തിരുന്ന് എൻ്റെ യാത്ര തുടങ്ങിയാണ്. കൊച്ചിയിൽ നിന്ന് തിരക്കുകളിൽ നിന്ന് നേരെ എൻ്റെ ജന്മനാട്ടിലേക്ക്. എനിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഈ ആന വണ്ടിയിലേ പറ്റുള്ളൂ. ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ കോതമംഗലം എത്തി. അപ്പോൾ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയപ്പോൾ വാങ്ങിച്ചു വെച്ച ലേസ് എടുത്ത് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ മൂന്നാർ പോകാൻ ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ. എങ്കിലും നാട്ടിലേക്ക് പോകുന്ന ഒരു മടക്കയാത്ര തന്നൊരു സന്തോഷം അത് വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടോ ആ മഞ്ഞും തണുപ്പും പച്ചപ്പും ഒക്കെ ദൂരെ കണ്ടു തുടങ്ങി. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് കേട്ടോ എൻ്റെ ജന്മനാട്, എൻ്റെ സ്വന്തം നാട് മൂന്നാർ. കൊച്ചിയിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഞാനിരുന്ന ജനൽ സൈഡിൽ നല്ല വെയിലായിരുന്നു കേട്ടോ, ഒടുക്കത്തെ ചൂട്. അങ്ങനെ അതേ കണ്ണട ചോർന്നപ്പോൾ അടിമാലി എത്തി. അടിമാലിയിൽ 15 മിനിറ്റ് നിർത്തിയിട്ടിരുന്നു കേട്ടോ ബസ്. എൻ്റെ അനിയ അടിമാലി കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു കേട്ടോ. അവനാണ് കേട്ടോ എന്നെ മൂന്നാർ വന്ന് പിക്ക് ചെയ്യണത്. ഒടുവിൽ ഇതാ ഞാൻ എൻ്റെ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ കുടമഞ്ഞും തണുപ്പും എന്നെ സ്വീകരിക്കാൻ റെഡിയായി നിൽപ്പുണ്ട്. നാട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബസാറ്. ഇവിടെ ചായപ്പൊടിയും സ്പൈസസും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ ഞാനും അനിയനും കൂടി ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായി. ഇതിലിപ്പോൾ മൂന്നാർ ടൗണിലേക്ക് നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ എൻ്റെ അനിയൻ എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അവൻ വണ്ടി പാർക്ക് ചെയ്തേക്കുക, അത് എടുക്കാൻ പോയേക്കാണ്. ആ വന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് വണ്ടി തിരിച്ചിട്ടോ. പോണ വഴിക്കില്ലേ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായി. അങ്ങനെ വ്യൂസൊക്കെ ഞങ്ങളെ കണ്ട് ആസ്വദിച്ച് പോവാണ്. ഞങ്ങൾ പോണ വഴിക്ക് തന്നെ തൊട്ടടുത്ത് ആന നിൽക്കുന്നുണ്ടായി. പക്ഷെ നമുക്ക് ആനയെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. കാരണം ക്ഷീണിച്ച് വന്നേല്ലേ, 4 മണിക്കൂറാണ് ബസ്സിലിരുന്ന് വന്നത്. നല്ല നടുവേദനയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്നതുകൊണ്ട് മൂന്നാർ വന്നിട്ട് കുറേ കാലങ്ങളായതുകൊണ്ട് എനിക്കിവിടെ തണുപ്പൊന്നും പിടിക്കണില്ല. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോണ വഴിയിൽ റോഡ് പണി നടക്കണതുകൊണ്ട് നമ്മളിപ്പോൾ ഫാക്ടറി വഴിയാണ് കേട്ടോ പോണേ. നമ്മുടെ ഇവിടുത്തെ ടീ ഫാക്ടറിയാണ് കേട്ടോ ഇത്. തേയില ചെടികളൊക്കെ ഇവിടെ ഇട്ട് ഉണക്കിയിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്. ഒന്ന് വന്ന് കയറിയപ്പോൾ ഉണ്ടല്ലോ നല്ല ചായപ്പൊടിയുടെ മണം. വീട്ടിൽ ചെന്ന് ആദ്യം ഞാൻ ബാഗ് വെച്ചിട്ട് ആദ്യം ചായ തന്നെയാണ് കേട്ടോ കുടിക്കാൻ പോണത്. ഇതിപ്പോൾ നമുക്ക് ഓരോ ഏരിയയ്ക്കും ഓരോ ഡിവിഷനാണ്. ഇതിപ്പോൾ ഫാക്ടറി ഡിവിഷനാണ്. നമ്മുടെ ലോയർ ഡിവിഷനാണ് കേട്ടോ വീട് തന്നെ. ഇതാണ് കേട്ടോ ഫാക്ടറി. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലവ് യു ആൻഡ് ബൈ.